ഗുഡ് മോർണിംഗ് എവരിയും പ്രൈസ് ഗോഡ്. എൻ്റെ പേര് മഞ്ജു. ദൈവത്തിൻ്റെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അപ്പം നമ്മൾ കഴിഞ്ഞ ആഴ്ച പാഷൻ വീക്ക് ആയിരുന്നു അല്ലേ. യേശുവിൻ്റെ അറസ്റ്റും ക്രൂസിഫിക്ഷനും നമ്മൾക്ക് വേണ്ടി ഉയർത്തെഴുന്നേൽപ്പും എല്ലാം ആയിട്ട് ഈസ്റ്റർ അല്ലേ. അപ്പോൾ നമ്മളത് സെലിബ്രേറ്റ് ചെയ്ത് കഴിഞ്ഞുള്ളപ്പം ഈസ്റ്റർ അല്ലെങ്കിൽ ഗുഡ് ഫ്രൈഡേ എല്ലാം കാണിക്കുന്നത് യേശുക്രിസ്തുവിൻ്റെ അറസ്റ്റിനെ പറ്റിയോ യേശുക്രിസ്തുവിൻ്റെ മരണത്തെ ഉയർത്തെഴുന്നേൽപ്പിനെ പറ്റി മാത്രമല്ല, നമ്മളുടെ മരണത്തെ ഉയർത്തെഴുന്നേൽപ്പിനെ കൂടിയാണ് അല്ലേ. എന്ന് വെച്ച് കഴിഞ്ഞാൽ യേശുവിൽ വിശ്വസിക്കുന്ന നമ്മൾ ബാപ്റ്റിസം എടുക്കുകയും ചെയ്തിരുന്ന സമയത്ത് നമ്മൾ അവൻ്റെ മരണത്തിലേക്കാണ് ബാപ്റ്റിസം എടുക്കുന്നത്. എന്ന് വെച്ചാൽ നമ്മൾ മരിക്കുകയാണ് ചെയ്തിരിക്കുന്നത് ചുരുക്കം അല്ലേ. നമ്മുടെ ശരീരത്തെ പറ്റിയല്ല, നമ്മുടെ കഴിഞ്ഞു പോയ നമ്മുടെ സ്വഭാവം അതെല്ലാം പഴയത് ആയിട്ടുണ്ടായിരുന്ന എല്ലാം അല്ലേ. ശരീരം ഇപ്പോഴുണ്ടെങ്കിൽ പോലും ബാക്കി എന്താ പറയുക, മരിച്ചിരുന്ന നമ്മുടെ സ്പിരിറ്റും എല്ലാം കംപ്ലീറ്റ്ലി പോയിരിക്കുന്നു. പിന്നെ ദൈവം ഹോളി സ്പിരിറ്റ് ഗോഡ് തൻ്റെ റിസറക്ഷൻ പവർ വഴി നമ്മളെ പുതിയ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. യേശുക്രിസ്തുവിൻ്റെ DNA ആയിട്ടല്ല. അപ്പോൾ ഒരു മരണവും ഉയർത്തെഴുന്നേൽപ്പുമാണ് നടന്നിരിക്കുക. അപ്പോൾ യേശുവിൻ്റെ മരണവും ഉയർത്തെഴുന്നേൽപ്പും തന്നെയല്ല, നമ്മുടെയും കൂടെയാണ്. അപ്പം അങ്ങനെയാകുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നില്ല എങ്കിൽ നമ്മുടെ പഴയ നേച്ചർ പോയി, അത് ചത്തതാണ്, അത് കളയേണ്ടതാണ് അല്ലേ. അത് കളയാതെ പിന്നെയും നമ്മൾ വെച്ചുകൊണ്ട് നടക്കുവാണെങ്കിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ എന്താ പറയുക ഷോൾഡറിൽ അല്ലെങ്കിൽ നമ്മുടെ ബാക്കിൽ നമ്മൾ ഈ ചത്ത ശരീരം വെച്ചുകൊണ്ട് നടക്കുന്നതിന് തുല്യമായിരിക്കും. എത്രമാത്രം സ്മെൽ ഉണ്ടാക്കുന്ന ഒന്നായിരിക്കും ഒന്ന് വിചാരിച്ചു നോക്കി. എത്രമാത്രം ഒരു ബേർഡൻ ആയിരിക്കും, അതൊരു അനാവശ്യ വെയിറ്റ് ആയിരിക്കും നമ്മുടെ ഷോൾഡറിൽ ഒന്ന് വിചാരിച്ചു നോക്കി. അത് തന്നെയാണ് നമ്മൾ പലരും ചെയ്യുന്നത് അല്ലെ. നമ്മുടെ പഴയ സ്വഭാവത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ അല്ലെ, യേശുക്രിസ്തുവിലാന്ന് പറയും പഴയ സ്വഭാവത്തിൽ ജീവിക്കുകയാണ് ചെയ്യുമ്പോൾ പഴയ മനുഷ്യരെ ചത്തതിനെയും കൊണ്ട് അല്ല, മോശം സ്മെല്ല് വമിക്കുന്ന അതിനെയും കൊണ്ട് നടക്കുകയാണ് ചെയ്യുന്നത്. അപ്പം അതിനെപ്പറ്റിയാണ് എനിക്ക് സംസാരിക്കുക. അപ്പം നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. പ്രാർത്ഥിച്ച ശേഷം സംസാരിക്കും. കർത്താവ് സമയത്ത് നന്ദി പറയാം. താങ്ക് യു ജീസസ് മാസ്റ്റർ. അങ്ങനെ പോലത്തെ ദൈവമില്ല. താങ്ക് യു ജീസസ് മാസ്റ്റർ. അപ്പോൾ അത് ഞങ്ങളോട് സംസാരിക്കണമേ കർത്താവേ. സകല മഹത്വവും ഗ്ലോറി അങ്ങയുടെ നാമത്തിലായിട്ട് തന്നെ പറയട്ടെ കർത്താവ്. ഹോളി സ്പിരിറ്റ് ഗോഡ്, താങ്ക് യു സോ മച്ച് മാസ്റ്റർ. അങ്ങനെ ടീച്ചറിന് അപേക്ഷിക്കുന്ന യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. നമുക്കിത് കൊളോഷ്യക്കകത്ത് ലേഖനത്തിലേക്ക് പോകാം. 3-ാമത്തെ ചാപ്റ്ററിൻ്റെ 1 തൊട്ട് 4 വരെ വാക്കുകൾ. കൊളോഷ്യൻ്റെ 3-1 തൊട്ട് 4 വരെയുള്ള വാക്കുകൾ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു. ആകയാൽ നിങ്ങൾ ക്രിസ്തുവിനോടുകൂടി ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എങ്കിൽ, അപ്പോൾ നമ്മൾ ഉയർത്തെഴുന്നേറ്റൊക്കെ എന്ന് പറഞ്ഞാൽ മരിച്ചവരായിരുന്നു എന്നല്ല അല്ലേ. ക്രിസ്തു യേശുവിൻ്റെ വലതുഭാഗത്തിരിക്കുന്നു നിടമായി ഉയരത്തിലുള്ളത് അന്വേഷിപ്പിൻ, ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ളത് തന്നെ ചിന്തിക്കും. അപ്പം നമ്മൾ മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റ വ്യക്തികളാണെങ്കിൽ നമ്മൾ യേശുവിൻ്റെ ഒപ്പം യേശുവിൽ നമ്മൾ ഹിഡൻ ആണെങ്കിൽ അപ്പോൾ സ്വർഗത്തിൻ്റെ കാര്യങ്ങളെ പറ്റി ചിന്തിക്കുക അല്ലാതെ ഭൂമിയിലെ കാര്യങ്ങളെ പറ്റി ചിന്തിക്കാതിരിക്കുക. എന്ന് വെച്ചാൽ നമ്മൾ ജഡത്തിൻ്റെതായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കാതിരിക്കുക പറയുക. രണ്ടാമത്തെ വാക്കോട്ട് ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പിൻ. നിങ്ങൾ മരിച്ചു, നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോട് കൂടി ദൈവത്തിൽ മറിഞ്ഞിരിക്കുന്നു. നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ നിങ്ങളും അവനോടുകൂടെ തേജസ്സിൽ വെളിപ്പെടും. അപ്പം നമ്മൾ മരിച്ചവരാണ് അല്ലേ. 3-ാമത്തെ വാക്കിൻ്റെ പറഞ്ഞാൽ നിങ്ങൾ മരിച്ചു, നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോടുകൂടി ദൈവത്തിൽ മറിഞ്ഞിരിക്കുന്നു. അപ്പം നമ്മുടെ പഴയ സ്വഭാവം ഓൾഡ് ഹാസ് ഗോൺ എന്ന് പറഞ്ഞിരിക്കുന്നത് അല്ലെ. പഴയതെല്ലാം പുതിയത് വന്നു. അപ്പം നമ്മളെ ആ പഴയ സ്വഭാവം അതെല്ലാം മരിച്ചതായി കഴിഞ്ഞിരിക്കുന്നു. നമ്മൾ യേശുവിനോടൊപ്പം ഉയർത്തെഴുന്നേറ്റ് കൊണ്ട് നമ്മൾ യേശുവിലായിരിക്കുന്ന വ്യക്തികളാണ് അല്ലെ. യേശുവിലായിരിക്കുന്ന വ്യക്തികൾ. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കിയപ്പോൾ നമ്മൾക്ക് മനസ്സിലാകുന്നില്ല എങ്കിൽ നമ്മൾ പഴയ സ്വഭാവം അതെല്ലാം മരിച്ചു പോയതാണ്, ചത്തു പോയതാണെന്നും അത് ഉപേക്ഷിച്ച് കളയുന്നില്ലെങ്കിൽ നമ്മൾ പിന്നെ ഡെഡ് ബോഡീനെ കൊണ്ട് നടക്കുന്ന പോലെയാണ് അല്ലെ. എക്സ്ട്രാ വെയിറ്റ് ആയിട്ട് അതേ സമയത്ത് തന്നെ മോശപ്പെട്ട സ്മെല്ലുമായിട്ട് അല്ലെ ഇങ്ങനെ കൊണ്ട് നടക്കുന്നതാണ് നമ്മൾ ചെയ്തത്. ഇപ്പൊ ഗലാത്യർക്ക് പോകുമ്പോൾ 2-ാമത്തെ ചാപ്റ്റർ 20-ാമത്തെ വാക്ക് ഇങ്ങനെ തന്നെ പറഞ്ഞിരിക്കുന്നത്, ഞാൻ ക്രിസ്തുവിനോട് കൂടി ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഞാൻ മരിച്ചു കഴിഞ്ഞിരിക്കുന്നു അല്ലെ. ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്ര എന്നിൽ ജീവിക്കുന്നത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞു പോയിരിക്കുന്നു, ക്രിസ്തുവാണ് നമ്മുടെ ഉള്ളിൽ ജീവിക്കുന്നത്. അപ്പോൾ ഞാൻ ജഡത്തിൽ ജീവിക്കുന്നത് എന്നെ സ്നേഹിച്ചു എനിക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത ദൈവപുത്രങ്കിലുള്ള വിശ്വാസത്താൽ അത്ര. അപ്പൊ നമ്മൾ ജഡം എന്ന് പറയുമ്പോൾ ജഡ സ്വഭാവം നമ്മുടെ ശരീരത്തിൽ നമ്മൾ ലോകത്ത് ജീവിക്കുന്നത് യേശുവിലുള്ള വിശ്വാസം കൊണ്ടാണ് നമ്മൾ ജീവിക്കുന്നത്. പക്ഷെ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത്, നമ്മളുടെ ഉള്ളിൽ നമ്മളുടെ സ്വഭാവം, നമ്മളുടെ പഴയ മനുഷ്യൻ അല്ലെ, പഴയതായിട്ടുള്ളതെല്ലാം മരിച്ചു പോയിരിക്കുന്നു. നമ്മൾ പുതിയ വ്യക്തികളായിരിക്കുന്നു. പുതിയ വ്യക്തി, അത് യേശുക്രിസ്തുവിന്റെ DNA ഉള്ള പുതിയ വ്യക്തികളായിരിക്കുന്നു. അപ്പൊ നമ്മൾ എപ്പോഴും മനസ്സിലാക്കാതെ നമ്മൾ ജീവിക്കുമ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പിന്നെയും നമ്മൾ ആ പഴയതിലേക്ക് തന്നെ പോയിക്കൊണ്ടേയിരിക്കുമല്ലോ. പഴയത് നമുക്കൊരു ബേർഡനാണ്, നമുക്കൊരു അനാവശ്യമായിട്ടുള്ള ഒരു വെയിറ്റ് ആണ് നമ്മുടെ തോളിലുള്ളത് അല്ലെ. അപ്പൊ നമ്മളിപ്പോ എബ്രായ ലേഖനത്തിലെ 12-ാമത്തെ ചാപ്റ്ററിലേക്ക് പോകുമ്പോൾ 1-2 വാക്കുകൾ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, ആകയാൽ നാം സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്ന
പോകുന്നത് കൊണ്ട് അല്ലെ, നമുക്ക് ചുറ്റോട് ചുറ്റും സാക്ഷികളുടെ ഒരു വലിയ സമൂഹം തന്നെയുണ്ട്. നമ്മൾക്ക് മുമ്പേ പോയവര് അല്ലെ, അവര് ദൈവത്തിന്റെ വഴി കൂടെ നടന്നതിന് ശേഷം അവര് മരിച്ച് അവര് സമയം കഴിഞ്ഞപ്പോ ലോകത്തുനിന്ന് പോയി. പക്ഷെ അങ്ങനെയുള്ള ആൾക്കാരെ പറ്റി പറയാം. എന്താ പറയണെ, വിശ്വാസത്തിന്റെ സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുന്നിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരപ്പെട്ട് ഓടുക. അപ്പൊ ആകയാൽ നാം സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുന്നിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക. അപ്പൊ നമ്മൾക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടണമെങ്കിൽ, അത് ഫിനിഷിംഗ് ലൈനിലേക്ക് നമ്മൾ എത്തിപ്പെടണമെങ്കിൽ നമ്മുടെ ഈ ഈ ഭാരം, നമ്മൾ ചുമന്നുകൊണ്ട് നടക്കുന്ന ഈ ഭാരം അല്ലെ, ഈ ചത്ത ശവശരീരമായിട്ട് നമ്മൾ നടക്കുന്നത്, നമ്മളിപ്പോഴും നമ്മുടെ ജഡത്തിന്റെ സ്വഭാവത്താണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ അല്ലെ, അപ്പൊ അത് നമ്മൾ പഴയതെല്ലാം പോയി, പഴയതെല്ലാം ചത്തുപോയിരിക്കുന്നു. നമ്മൾ പുതിയ ക്രിയേഷനാണ്, യേശുവിലാണെന്ന് പറഞ്ഞു നമ്മളെ പറ്റി പറഞ്ഞു. അപ്പൊ അങ്ങനെയാകുമ്പോ ഈ ഭാരവും ചുമന്നുകൊണ്ട് നമ്മള് പിന്നെന്താ പറയാ, മുറുകെ പറ്റുന്ന പാപവും ചുമന്നുകൊണ്ട്, പാപം ഉണ്ടാകുന്നു. നമ്മുടെ ജഡത്തിന്റെ സ്വഭാവം ദൈവമായിട്ട് എന്താ ശത്രുതയിലായതുകൊണ്ട്, ഇപ്പൊ ജഡത്തിന്റെ സ്വഭാവത്തിൽ നമ്മൾ ജീവിക്കുകയാണെങ്കിൽ അത് കാണിക്കുക നമ്മളിൽ പാപമുണ്ടെന്ന് കാണിക്കുന്നത്. അപ്പൊ അങ്ങനെ പാപവും ചുമന്നുകൊണ്ട് നടക്കുക. പിന്നെ അനാവശ്യമായിട്ട് ലോകത്തു നിന്ന് കിട്ടുന്ന കുറേയധികം ബോണ്ടേജുകൾ അല്ലെ. ഇപ്പൊ കൊളോഷ്യന്റെ 2-ാമത്തെ ചാപ്റ്ററിൽ പോകുമ്പോ ഇങ്ങനെയല്ലേ പറഞ്ഞിരിക്കുന്നത്, 8-ാമത്തെ വാക്ക് പറഞ്ഞിരിക്കുന്നത്, തത്വജ്ഞാനവും വെറും വഞ്ചനയും കൊണ്ട് ആരും നിങ്ങളെ കവർന്നു കളയാതിരിക്കാൻ സൂക്ഷിക്കുക. അത് മനുഷ്യരുടെ സമ്പ്രദായത്തിൽ നിന്ന് ഒത്തവണ്ണം, ലോകത്തിന്റെ ആദ്യ പാടുകൾക്ക് ഒത്തവണ്ണം അല്ലാതെ ക്രിസ്തുവിനും ഒത്തവണ്ണമുള്ളതല്ല. അപ്പം ഈ മനുഷ്യരുടെ സമ്പ്രദായത്തിന് ട്രഡീഷന്റെ അതിന് ഒത്തവണ്ണം, ലോകത്തിന്റെ ആദ്യ പാഠങ്ങൾക്കൊക്കെ ഒത്തവണ്ണം എന്താ പറയുക, ഈ ലോകത്തിന്റെ പരമായിട്ടുള്ളൊരു കാര്യങ്ങൾ അത് നിങ്ങളെ എന്താ പറയാ, അതുവഴി ആരും നിങ്ങളെ തത്വജ്ഞാനവും വെറും വഞ്ചനയും കൊണ്ട് ആരും നിങ്ങളെ കവർന്നു കളയാതിരുമ്പോൾ സൂക്ഷിക്കുക. അപ്പൊ അത് വെച്ചാൽ ഒരു നമ്മളുടെ പുറത്തേക്ക് വേറെ ബേർഡൻ എടുത്തു വെച്ച് തരാൻ അല്ലെ, വെയിറ്റ് എടുത്തു വെച്ച് തരാൻ ആൾക്കാർ ഉണ്ടെന്ന് ചുരുക്കം. എന്ന് വെച്ചാൽ ആന്റി ക്രൈസ്റ്റ് സ്പിരിറ്റുള്ള ആൾക്കാരുണ്ട് നമ്മളുടെ ഇടയിൽ ഉള്ള കാര്യം എപ്പോഴും നമ്മൾ മനസ്സിലാക്കും. അപ്പൊ തത്വജ്ഞാനമൊക്കെ പറഞ്ഞ്, ട്രഡീഷണൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ്, അതാ മതപരമായിട്ടുള്ള കാര്യങ്ങൾ നമ്മളെ റിലീജിയസ് സ്പിരിറ്റിൽ നമ്മളെ ആക്കി വെച്ചുകൊണ്ട് അല്ലെ. ഇതേ ചാപ്റ്ററിൽ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും, 16-ാമത്തെ വാക്കിലൊക്കെ പറയും, അതുകൊണ്ട് ഭക്ഷണപാനീയങ്ങൾ സംബന്ധിച്ചോ പെരുന്നാൾ, വാവ്, ശബ്ബത്ത് എന്നീ കാര്യങ്ങൾ ആരും നിങ്ങളെ വിധിക്കാതിരിക്കട്ടെ. അപ്പൊ വിധിക്കുന്നവർ ഒത്തിരി പേരുണ്ടെന്ന് ചുരുക്കം അല്ലെ. അപ്പൊ നിങ്ങൾ ഏത് തരത്തിലുള്ള ഭക്ഷണം കഴിക്കുക, ഏത് ഭക്ഷണം കഴിച്ചില്ല, ഏത് എന്താ പറയുക, പിന്നെ ഏത് തരത്തിലുള്ള ഫീസ്റ്റ് നിങ്ങൾ ആഘോഷിക്കുന്ന അങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞു അല്ലെ. ഇപ്പൊ ഇന്ന് നമ്മളെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ എന്താ ഉണ്ടല്ലോ, ചർച്ചിലൊക്കെ മറ്റുള്ളവരെ കുറ്റം കണ്ടെത്താനും പിന്നെ നമ്മൾക്ക് റോങ് ആയിട്ട് പഠിപ്പിക്കാനും ഉള്ള ഒരുപാട് പഠിപ്പിക്കുന്നതായിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ടല്ലോ അല്ലെ. അപ്പോൾ മനുഷ്യരുടെ ബന്ധനത്തിലാക്കി വെക്കുന്ന തരത്തിലുള്ള പഠിപ്പിക്കലുമായിട്ട് നടക്കുന്ന എത്രയോ പാസ്റ്റർമാരുണ്ട് അല്ലെ, എത്രയോ ആൾക്കാർ, എത്രയോ ഇവാഞ്ചലിസ്റ്റുമാർ, അപ്പോസ്റ്റർമാരും അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള ബന്ധനം, അങ്ങനെയുള്ള വെയിറ്റുകളൊന്നും നമ്മുടെ തലയിൽ കയറ്റി വെക്കാതെ, എബ്രായത്തിനകത്ത് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, ഈസി ആയിട്ട് നമ്മളെ എന്താ പറയുക, സകല ഭാരവും മുറുകെ പറ്റുന്ന പാപം വിട്ട് നമുക്ക് മുന്നിൽ വെച്ചിരിക്കുന്ന ഓടം ശ്രദ്ധയോടുകൂടി. അപ്പൊ സകല ഭാരം, ഇത് ഇങ്ങനെ എന്താ പറയുക, റോങ് ആയിട്ട് ഡോക്ടർ പഠിപ്പിക്കുന്ന ആൾക്കാരുടെ ടീച്ചിങ് അതെല്ലാം ഭാരമാണ്. നമ്മുടെ പാപം, പിന്നെയും നമ്മൾ പാപത്തിന്റെ സ്വഭാവത്തിന്റെ ജഡത്തിന്റെ സ്വഭാവത്തിലാണ് ജീവിക്കുന്നതെങ്കിൽ പിന്നെയും പാപം നമ്മളുടെ ഉള്ളിലേക്ക് കുനിഞ്ഞുകൂടുന്നത്. അപ്പൊ അങ്ങനെയാകുമ്പോൾ എന്ത് പറ്റുമെന്ന്, നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന ആ ഒരു ഓട്ടം തയ്ക്കാൻ നമുക്ക് വയ്യാതെയായിപ്പോവും, പറ്റാതെയായിപ്പോവും. അപ്പൊ അതുകൊണ്ടാണ് ഇവിടെ നമ്മളോട് ദൈവം പറഞ്ഞിരിക്കുന്നത്, നമ്മൾ മരിച്ച വ്യക്തികളാണ് അല്ലെ, പഴയത് പോയതാണ്, പുതിയതാണ്. അപ്പൊ മരിച്ച ആ കാര്യങ്ങള് എന്താ പറയുക, ആ പഴയ കാര്യം പിന്നെ അതിനെ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കാതിരിക്കും. അത് പോട്ടെ, ഒരു ചത്ത ശരീരത്തെ നമ്മൾ നശിപ്പിച്ച് കളയുന്ന പോലെ ആ പഴയ സ്വഭാവത്തെ, ജഡത്തിന്റെ സ്വഭാവത്തെ നമ്മൾ നശിപ്പിച്ച് കളയുക തന്നെ ചെയ്യണം അല്ലെ. പിന്നെ നമ്മുടെ ഉള്ളിൽ ജീവിക്കുന്നത് ക്രൈസ്റ്റാണ്. നമ്മൾ ക്രൈസ്റ്റിന്റെ ഒപ്പം എന്താ പറയുക, ക്രൂസിഫൈഡ് ആയിട്ടുള്ള വ്യക്തികളാണ്. അപ്പൊ ഈ ലോകത്ത് നമ്മൾ ജീവിക്കുന്ന ജീവിതം എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തുവിൽ വിശ്വാസത്തോടു കൂടിയാണ് അല്ലെ. അപ്പൊ എനിക്കിതാണ് പറയാനുള്ളത്, നമ്മള് പലതരത്തിലുള്ള യുനോ പലതരത്തിലുള്ള ബോണ്ടേജുകളുടെ സൈറ്റിന് ആൾക്കാർ വിടുക തന്നെ ചെയ്യും നമ്മുടെ ജീവിതത്തിലേക്ക് അല്ലെ. ഇപ്പൊ കൊളോഷ്യർക്കെതിരായിട്ട് രണ്ടാമത്തെ ചാപ്റ്റർ എടുത്ത് വായിച്ചു നോക്കുന്നത് നമുക്ക് അറിയാൻ പറ്റും. പോൾ പറഞ്ഞിരിക്കുന്നത് അല്ലെ, കൊളോഷ്യൻ ചർച്ചോട് ബിവെയർ ആയിരിക്കണം എന്ന് പറഞ്ഞിരിക്കുന്ന കാര്യം. അപ്പോ അങ്ങനെ തന്നെയാണ് പല രീതിയിൽ നമ്മൾ ബോണ്ടേജിലാക്കി ബന്ധനത്തിലാക്കി വെക്കുന്നതിന് വേണ്ടി കണ്ടമാനം വെയിറ്റ് നമ്മുടെ തലയിലേക്ക് എടുത്ത് വെക്കുന്നതിനായിട്ട് അല്ലെ. അതിനെല്ലാം എന്താ പറയാ, പിശാച് പല രീതിയിലും പലരും ഉപയോഗിച്ചുകൊണ്ടിരിക്കും. വെയിറ്റ് എന്ന് പറയുമ്പോൾ
ട്രഡീഷൻ്റെ കാര്യങ്ങളും ഫിലോസഫീസും പിന്നെ ഏഞ്ചൽ വർഷിപ്പിനെ പറ്റിയൊക്കെ പറയുന്നുണ്ട് അല്ലെ. അതിന് പിന്നെ പഫ്ഡപ്പായിട്ട് ഭയങ്കര അഹങ്കാരത്തോടുകൂടി നടക്കുന്ന വ്യക്തികൾ, യേശുവായിട്ട് ഒരു ബന്ധവുമില്ല, യേശുവായിട്ട് കണക്റ്റഡ് അല്ല, അങ്ങനെ ഇല്ലാതിരിക്കുന്ന വ്യക്തികൾ, പക്ഷെ സ്റ്റിൽ അവർ മറ്റുള്ളവരെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെയുള്ള എത്രയോ ബോണ്ടേജുകൾ ആണ് മനുഷ്യന്റെ ജീവിതത്തിലേക്ക് ആന്റി ക്രൈസ്റ്റ് ഓപ്പറേറ്റ് ചെയ്യുന്ന ആന്റി ക്രൈസ്റ്റ് ഉള്ളിലുള്ള വ്യക്തികൾ അല്ലെ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നു വെച്ച് കഴിഞ്ഞാല് പല എല്ലാ പാസ്റ്റർമാരും അങ്ങനെ ഞാൻ പറഞ്ഞില്ല, പക്ഷെ ചില പാസ്റ്റർമാരുണ്ട് മനുഷ്യരുടെ ബോണ്ടേജിലാക്കി നിർത്തുന്നത്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ പിന്നെ ഈസി ആയിട്ട് നമ്മൾ ജഡത്തിന്റെ സ്വഭാവത്താണ് ഓപ്പറേറ്റ് ചെയ്യുന്നെങ്കിൽ നമ്മുടെ ജീവിതത്തിലേക്ക് വന്നുകൊണ്ട് പാപങ്ങൾ അതെല്ലാം മാറ്റി വെച്ചിട്ട് അതൊക്കെ നശിപ്പിച്ച് കളഞ്ഞുകൊണ്ട് അല്ലെ, പുറത്തേക്ക് എറിഞ്ഞു കളഞ്ഞുകൊണ്ട് നമ്മൾ നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം നമുക്ക് സ്ഥിരമായിട്ട് നമുക്ക് ഓടാം അല്ലെ. വെയിറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ സ്ഥിരം നമുക്ക് ഓടാൻ പറ്റത്തില്ല അല്ലെ. അപ്പൊ നമുക്ക് പുതുതായിട്ട് തന്നിരിക്കുന്ന നമുക്ക് DNA, യേശുവിന്റെ DNA, അതനുസരിച്ചുള്ള ഒരു ജീവിതം അല്ലെ. അപ്പൊ നമുക്കറിയാം കൊളോസ്യർ അധ്യായത്തിൽ 3-ാമത്തെ ചാപ്റ്ററിലേക്ക് പോകുമ്പോൾ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് എങ്ങനെയായിരിക്കണം പഴയ സ്വഭാവത്തിൽ നമ്മൾ അയക്കരുത്. 5 തൊട്ട് 11 വരെക്കുള്ള വാക്കുകളൊക്കെ അറിയാം. ആകയാൽ ദുർനടപ്പ്, അശുദ്ധി, അതിരാഗം, ദുർമോഹം, വിഗ്രഹാരാധനയായ അത്യാഗ്രഹം എന്നിങ്ങനെയൊക്കെ ഇങ്ങനെ ഭൂമിയിലുള്ള നിങ്ങളുടെ അവയവങ്ങളും മറവിപ്പിൻ അല്ല. അപ്പൊ പഴയ സ്വഭാവത്തെ പറ്റി താഴേക്ക് പറഞ്ഞേക്കുക. കോപം, ക്രോധം, ഈർഷ്യം, വായിൽ നിന്ന് വരുന്ന ദൂഷണം, ദുർഭാഷണം ഇവയൊക്കെയും വിട്ടുള്ളൂ. അതെല്ലാം പഴയതിന്റെ ഭാഗമാണ്. അത് വെച്ചുകൊണ്ട് പിന്നെ നമ്മൾ ജീവിക്കുവാണെങ്കിൽ അതുപോലെയാണ് ജീവിക്കുന്നതെങ്കിൽ പിന്നെയും പിന്നെ അഡീഷണൽ ആയിട്ട് വെയിറ്റ് നമ്മളെ പുറത്തേക്ക് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. പക്ഷെ പുതിയ ക്രിയേഷന് പുതിയ ക്രിയേഷൻ വളരുന്ന എൻവയോൺമെന്റ്, ആ ഒരു എൻവയോൺമെന്റിൽ ആക്കി വെച്ചെങ്കിൽ മാത്രമേ ഉള്ളൂ പുതിയ ക്രിയേഷൻ വളരത്തുള്ളൂ. അപ്പൊ അവിടെ പറഞ്ഞിരിക്കുന്ന എന്താ പറയാ പുതുതായിട്ട് ജനിച്ച വ്യക്തിന്റെ സ്വഭാവത്തെ പറ്റി പറയും. അതുകൊണ്ട് ദൈവത്തിന്റെ വൃദ്ധന്മാരും വിശുദ്ധന്മാരും പ്രിയന്മാരുമായി മനസ്സലിവ്, ദയ, താഴ്മ, സൗമ്യത, ദീർഘക്ഷമ എന്നിവ ധരിച്ചുകൊണ്ട് അന്യോന്യം പൊറുക്കുകയും ഒരുവനോട് ഒരുവന് വഴക്കുണ്ടായാൽ തമ്മിൽ ക്ഷമിക്കുകയും ചെയ്യും. എല്ലാത്തിനും സമ്പൂർണ്ണതയുടെ ബന്ധമായ സ്നേഹം ധരിപ്പ്. അപ്പൊ ഇത് പുതിയ ക്രിയേഷനെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതാണ് അവരുടെ ക്യാരക്ടർ. അപ്പൊ അത് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്ന വ്യക്തികളായിരിക്കണം. അല്ലെങ്കിൽ എന്ത് പറ്റും, നമ്മൾ പിന്നെയും നമ്മുടെ പഴയ സ്വഭാവത്തിലേക്ക് പോവുകയും പാപത്തിലായി പോവുകയും ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ നമ്മൾ പിന്നെയും ബന്ധനത്തിലാക്കുകയും നമ്മൾ വലിയ പാണ്ടക്കെട്ടുമായിട്ട് നമ്മൾ നടക്കേണ്ടി വരുന്ന ഒരു അവസ്ഥ വരുന്നത്. അപ്പൊ നമ്മൾ ഫ്രീ ആയിട്ടിരിക്കാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അപ്പൊ എപ്പോഴും മനസ്സിലാക്കുക, നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന റേസ് അത് ഫിനിഷ് ആക്കണമെങ്കിൽ നമ്മൾ ഇത്രയും ഭാരങ്ങളുമൊക്കെ ആയിട്ട് നടന്നിട്ട് കാര്യങ്ങളൊന്നുമില്ല എന്നാണ് ദൈവം പറയുന്നത് അല്ലെ. അപ്പൊ അതിനെപ്പറ്റിയാണ് എനിക്ക് സംസാരിക്കുക. അപ്പൊ നമുക്ക് പ്രാർത്ഥിക്കാൻ പ്രാർത്ഥിച്ചുകൊണ്ട് കഥാസ്ഥലത്തിൽ നന്ദി പറയുന്നു കർത്താവേ. അല്ലെങ്കിൽ ഇപ്പൊ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്ന ദൈവമായിരിക്കുന്നതിന് നന്ദി പറയുന്നു കർത്താവേ. ഓൾമൈറ്റ് ഒരു വെയിറ്റും ഞങ്ങളുടെ ഷോൾഡറിൽ ഇല്ലാതിരിക്കട്ടെ. ഒന്നിലേക്ക് ഞങ്ങൾ ചെന്ന് ആവശ്യമില്ലാതെ ചാടാതിരിക്കട്ടെ. അല്ലെങ്കിൽ അത് എപ്രേഫ അതൊക്കെ ഡിസൈൻമെന്റ് താണെന്ന് അപേക്ഷിക്കുന്ന ഫോൾസ് ആയിട്ട് ടീച്ചേഴ്സിനെ മനസ്സിലാക്കാനും അവർ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ കേട്ട് ജീവിക്കാനും ഒരു ടെൻഡൻസി ഞങ്ങൾക്ക് ഉണ്ടാകാതിരിക്കട്ടെ കർത്താവ്. താങ്ക് യു ജീസസ്. പ്രൈസ് ആൻഡ് വർഷിപ്പ് ഇന്ന് കേട്ടെന്ന് ദൈവത്തിനകത്ത് മാത്രം ഉണ്ടാകട്ടെ.